മിയാവാക്കിയിലേക്ക് വന്ന വളരെ യാദൃശ്യമായിട്ടാണ്. ഞാൻ മിയാവാക്കിയിലേക്ക് വരാനായിട്ട് അങ്ങനെ അന്വേഷിച്ച് വന്ന ഒരാളല്ല. നടുന്നതല്ലാതെ മരങ്ങൾ വളരുന്നില്ല എന്ന് അറിയുന്നുണ്ടെങ്കിലും വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീണ്ടും നട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10 വർഷത്തോളം നട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതേതാണ്ട് വളരുകയില്ല എന്ന് ബോധ്യമായ സമയത്ത് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നടുന്നുണ്ട്. അപ്പോഴാണ് ഈ യാദൃശ്യമായിട്ട് മിയാവാക്കി മോഡലിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇത് 50 വർഷം കഴിയുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം പ്രൊഫസർ മിയാവാക്കി തന്നെ പറയുന്ന ഒരു കാര്യം 25-30 വർഷം കൊണ്ട് 100 വർഷമായ ഒരു കാടിൻ്റെ പ്രതീതിയല്ല, അതിൻ്റെ വളർച്ച നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണ്. ഈ ചിത്രശലഭങ്ങൾ ചിലത് മുട്ടയിടുന്ന ചില പ്രത്യേക ചെടികളിലാണ്. അത് 1, 2, 3 ചെടികളിലായിരിക്കും മുട്ടയിടുന്നത്. കാരണം അതിൻ്റെ മുട്ട വിരിഞ്ഞ് വരുന്ന ലാർവ കഴിക്കുന്ന ആ പുഴു കഴിക്കുന്ന ഇല ഏതാണോ ആ ഇല ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ മുട്ടയിടുകയുള്ളൂ. അപ്പോൾ അത് 2, 3 ചെടികളെ ഒരു ചിത്രശലഭത്തിൽ കാണുകയുള്ളൂ. പാമ്പുകളുടെ ശല്യം ഉണ്ടോ എന്ന് പലരും ചോദിക്കും. പാമ്പുകളുണ്ട് ശല്യമില്ല. പാമ്പുകളുണ്ടെന്ന് വെച്ചാൽ നമ്മളതിനെ വെളിയിൽ കാണാറില്ല. കാരണം ഇഷ്ടം പോലെ തവളയും അതിന് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെപ്പോഴെങ്കിലും ഒതുക്കത്തിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നില്ല. നമ്മളിവിടെ അങ്ങനെ പുറത്ത് പാമ്പിനെ കാണാറില്ല. പ്രകൃതിക്ക് ദോഷം വരാത്ത തരത്തിലുള്ള കളക്കലാണ്. അട്ട ഇഷ്ടംപോലെ ഈ കറുത്ത അട്ടയുണ്ട്. കരിയിലൊക്കെ അതാണ് തിന്ന് മണ്ണിലേക്ക് ചേർക്കുന്നത്. നിങ്ങളിപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ എവിടെ നോക്കിയാലും ഈ അട്ടയെ കാണാം. അത് ആ ഒരു ഉപദ്രവം ഇല്ലാത്തൊരു ജീവിയാണ്. നമ്മളറിയാതെ അതിനെ കയറി ചവിട്ടിയാൽ അത് മുറിഞ്ഞു പോകും. വീണ്ടും ആ മുറിഞ്ഞ കഷ്ണം ജീവിച്ചു വരും. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നടന്നാൽ മതി അതിനെ ഉപദ്രവിക്കാതെ. ഒന്നും തിരിച്ചൊന്നും ചെയ്യുന്നതല്ല. അതേപോലുള്ള ഒരുപാട് പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്നു പോകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.